ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയല മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് വാടി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളക്, ചെറിയ ഉള്ളിയും സവാളയും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് നമുക്കിത് നല്ലോണം വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുത്ത് നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ഇത് നല്ലോണം വഴറ്റി കൊടുക്കണം. നല്ലോണം വഴന്ന് വരുമ്പോൾ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിലേക്ക് വേണ്ട പുളിവെള്ളം നമുക്ക് തയ്യാറാക്കി വെക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഫിഷ് മസാല, ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്കൊന്നുകൂടി വഴറ്റി കൊടുക്കാം. ഇത് നല്ലോണം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പുളിവെള്ളം ചേർക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി വഴറ്റി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അയല ഇട്ട് കൊടുക്കാം. അയല ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് മസാല എടുത്തു വെച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ അയല മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് അടുപ്പത്ത് നിന്നും വാങ്ങാം. ഈ ചാനൽ കാണുന്നതിനോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും സപ്പോർട്ടും ഷെയറും ചെയ്യണം.